പിന്നെ മൂപ്പര് പറയുന്നു തറപ്രസംഗത്തിൽ തർക്കണ്ടോ എന്റെ സനദിൽപ്പെട്ട പണ്ഡിതന്മാരായിട്ട് തർക്കണ്ടോ? സദഖത്തുൽ ഉസ്താദ് കേട്ടോ, സമ്പൂർണ്ണ ഫതാവ 132 ഇതിലൊന്നും എടുത്താൽ മതി. 132 പേജ്. തറപ്രസംഗം എന്ന് പറഞ്ഞാൽ ജുമാന്റെ മുമ്പ് ഒരു പ്രസംഗം നടത്തുന്ന ഒരു ഏർപ്പാടുണ്ട് ചില സ്ഥലത്ത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സുന്നത്തുമില്ല, വുജൂബുമില്ല, കൽപ്പനയില്ല. ആ സമയത്ത് അൽക്കഫ് ഓതണം, സലാത്ത് ചൊല്ലണം, നല്ല കാര്യം ചെയ്യണം, പറഞ്ഞ കാര്യം ചെയ്യണം. കേട്ടോ, സദഖത്തുൽ ഉസ്താദ്. ചോദ്യം: ഖുത്ബ ഓതുന്നതിന്റെ മുമ്പ് ആ ഖുത്ബയിലുള്ള കാര്യങ്ങളുടെ സംക്ഷിപ്തം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം ഒരു ചുരുങ്ങിയ നിലയിൽ ഖുത്ബ ഓതിയാൽ അതൊരു നസീഹത്താകുമല്ലോ. ഇല്ലാത്ത പക്ഷം ജനങ്ങൾ മേൽപോട്ട് നോക്കിയിരിക്കുക എന്നല്ലാതെ അവർക്ക് വല്ലതും മനസ്സിലാകുമോ? തറപ്രസംഗക്കാര ചോദ്യ. അതിന് സദഖത്തുൽ ഉസ്താദിന്റെ മറുപടി: ഉത്തരം, വെള്ളിയാഴ്ച ദിവസം ജുമഅന്റെ സമയമായത് മുതൽ ഖുത്ബ വരെയുള്ള സമയം ഒരു നസീഹത്തിനുള്ള സമയമല്ല. ജനങ്ങൾ മേൽപോട്ട് നോക്കലും കീഴ്പോട്ട് നോക്കലും ഇവിടെ പ്രശ്നമല്ല. ദീനിയായ വിഷയങ്ങൾ മതം നിർദ്ദേശിച്ച ക്രമത്തിലാണ് നിർവഹിക്കേണ്ടത്. യുക്തിക്ക് അതിനെ തിരുത്തുവാൻ അർഹതയില്ല. എന്റെ സനദിലുള്ള കാന്തപുരം ഉസ്താദ്, ഓക്കെ ഉസ്താദ്, ഞാൻ ഖുത്ബക്കുമുള്ള പ്രസംഗത്തിനെതിരെ പുസ്തകം എഴുതിയപ്പോ അവതാരിക എഴുതി തന്ന ആളാണ് ഓക്കെ ഉസ്താദ്. ആ ഓക്കെ ഉസ്താദിന്റെ ഉസ്താദാണ് സദഖത്തുൽ ഉസ്താദ്. എന്റെ സനദിൽ ആരാ മൗലവി നിങ്ങളെ തറപ്രസംഗത്തിന് അനുകൂലിക്കുന്നത്? ഇനി എന്താ വിഷയോ? അടുത്ത വിഷയം എന്താണ്? കറൻസിയുടെ സക്കാത്ത്. കറൻസിയുടെ സക്കാത്ത് കൊടുക്കൽ പാടില്ല എന്ന്, കൊടുക്കണ്ട എന്ന് കീന ഉസ്താദിന് ഫത്വയുണ്ടോ? സദഖത്തുൽ ഉസ്താദിന് ഫത്വയുണ്ടോ? ഇല്ല. സദഖത്തുൽ ഉസ്താദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല കറൻസി സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഈ കഥ കീന ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഞാൻ പറഞ്ഞതല്ലേ. നിങ്ങൾ എന്നെ പറ്റി പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കിയാൽ മതിയോ? എന്നാ പറയട്ടെ. ഞാനിതാ സദഖത്തുൽ മുസ്ലിയാരുടെ ഞാൻ പഠിച്ചത് അത്തരം മഹാന്മാരെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്, അവരെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ്, ഇമാമിങ്ങളെ കിതാബ് വായിച്ചിട്ടാണ്. സദഖത്തുൽ ഉസ്താദിന്റെ ഫത്വയിൽ നിന്ന് തന്നെ ഞാൻ വായിക്കട്ടെ. ചോദ്യം: ഒരാളിൽ നിന്ന് 5000 രൂപ കിട്ടാനുണ്ട്. അയാളോട് ചോദിക്കുമ്പോൾ തരാമെന്ന് പറയുന്നുമുണ്ട്. കിട്ടുമെന്ന വിശ്വാസത്തിൽ കഴിഞ്ഞ കൊല്ലം അതിന്റെ സക്കാത്ത് കൊടുത്തു. ഇപ്പോഴും തരാമെന്ന് പറയുന്നതല്ലാതെ സംഖ്യ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ കൊല്ലവും അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഈ ചോദ്യത്തിന്റെ മറുപടി കേട്ടോളൂ. 5000 രൂപയാ കിട്ടാനുള്ളത്, പൊന്നല്ല വെള്ളിയല്ല. അതിന് സക്കാത്ത് കൊടുക്കണമെന്നാ ചോദ്യം. അതിന് സദഖത്തുൽ ഉസ്താദിന്റെ മറുപടി: ഉത്തരം, ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് സംഖ്യ തരാനുള്ള ആള് സ്വീപ്പാക്കുകയാണെന്നാണ്. അങ്ങനെയാകുമ്പോൾ കിട്ടാനുള്ള സംഖ്യ കിട്ടിയതിന്റെ ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. തുഹഫ 335 തുഹഫ ഉദ്ധരിച്ചുകൊണ്ടുള്ള മറുപടി: 5000 രൂപക്ക് സക്കാത്ത് കൊടുക്കണം, തിരിച്ചു കിട്ടിയാൽ കൊടുക്കണം. ഇല്ല സ്വീപ്പാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ കൊടുക്കണം. അപ്പൊ സദഖത്തുൽ മുസ്ലിയാർ കറൻസി സക്കാത്തിന്റെ വിഷയത്തിൽ എന്റെ സനദിലുള്ള സദഖത്തുൽ ഉസ്താദും ഞാനും തമ്മിൽ ഭിന്നത എവിടെയാ മൗലവി? ഫിത്നയും പറഞ്ഞ് നടന്നാ പോരാ.